പ്രൈസ് ദി ലോർഡ്. നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നെ ചിന്തിപ്പിച്ച ഒരൊറ്റ ചിന്ത ബൈബിളിൽ യോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. യോസഫ് തൻ്റെ സഹോദരങ്ങളെ ഒത്തിരി സ്നേഹിച്ചു, അമിതമായി സ്നേഹിച്ചു. അതുകൊണ്ടാണല്ലോ ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ സ്നേഹിച്ചവർ അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുകയാണ്. പലരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ദേവദാസന്മാരൊക്കെ പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്. യോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. ഭയങ്കരമായ പീഡനങ്ങളിലൂടെ യോസഫ് കടന്നുപോയി. പൊത്തിഫറിൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി, ജയിലറയ്ക്കകത്ത് ഭയങ്കര പ്രശ്നമായി, അവൻ നിന്ദയായി, പരിഹാസമായി എന്നൊക്കെ ഇങ്ങനെ വചനത്തിൽ പറയുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ, പരിഹസിക്കുന്നുമുണ്ട്. യോസഫിനെ പൊട്ടക്കിണറ്റിൽ വീണില്ലായിരുന്നെങ്കിൽ അടിമച്ചന്തയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റില്ലായിരുന്നെങ്കിൽ പോത്തിഫറിന്റെ ഭവനത്തിനകത്ത് ചെല്ലാൻ പറ്റത്തില്ല. പോത്തിഫറിന്റെ ഭാര്യ അവനെ അപമാനിച്ചില്ലായിരുന്നെങ്കിൽ ജയിലറയ്ക്കകത്ത് ചെല്ലാൻ കഴിയത്തില്ലായിരുന്നു. ജയിലറയ്ക്കകത്ത് വെച്ച് സ്വപ്നം വ്യാഖ്യാനിച്ചത് കൊണ്ട് ഫറവോന്റെ മുന്നിൽ നിന്ന് ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാനുള്ള കൃപ ദൈവം കൊടുത്തു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പൊട്ടക്കിണറ്റിൽ വീണത് കൊണ്ടല്ലേ യോസഫ് സിംഹാസനത്തിലെത്തിയത്? അടിമച്ചന്തയിൽ നിന്നതുകൊണ്ടല്ലേ അവൻ സിംഹാസനത്തിനകത്ത് എത്തിയത്? പൊത്തിഫറിന്റെ വീട്ടിൽ അപമാനം സഹിച്ചത് കൊണ്ടല്ലേ അവൻ ഹല്ലേലൂയ കാരാഗ്രഹത്തിനകത്ത് തള്ളപ്പെട്ടത്? ഹല്ലേലൂയ, കാരാഗ്രഹത്തിനകത്ത് സ്വപ്നം വ്യാഖ്യാനിച്ചത് കൊണ്ടല്ലേ അവൻ ഫറവോന്റെ അടുത്ത് നിൽക്കുവാനിടയായത്. ആമേൻ. ഈ നിന്ദകളും പരിഹാസങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ചത് കൊണ്ടല്ലേ അവൻ സിംഹാസനത്തിനകത്തിരിക്കുവാൻ അർഹനായത്. ഈ പ്രതികൂലം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കൂടെ നിൽക്കുന്നവരൊക്കെ, നമ്മളോട് സഹകരിക്കുന്നവരൊക്കെ എത്രയോ പ്രാവശ്യം നമ്മളെ അപകീർത്തിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഊഹാപോഹങ്ങൾ വെച്ച് ഹല്ലേലൂയ തെറ്റുകൾ ഇല്ലാത്തവനെ തെറ്റുകൾ ചാർത്തി അപമാനിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലതല്ലേ? അതിനൊക്കെ ദൈവം നല്ലതിന് വേണ്ടിയല്ലേ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ?